സ്തേഫാനോസിനെ കൊന്നതില് വളരെ സന്തോഷവാനായിരുന്നു പൗലോസ്. തന്നെയുമല്ല, വീടുകൾ തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് സഭയെ മുടിച്ചു വന്നൊരു മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ പൗലോസ് ഈ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാം? പൗലോസിന്റെ ക്രൂര കൃത്യങ്ങൾ എന്ന് നമുക്ക് പറയാം. കാരണം എന്താ? രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരിക്കുന്ന ഒരു പൗലോസിന്റെ ഒരു പ്രത്യേക ജീവിതാനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശൗൽ അഥവാ പൗലോസ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാ. അപ്പോൾ ഈ മനുഷ്യനെ നമുക്ക് എന്ത് പറയാം? പൗലോസ് ഒരു കൊടും ക്രൂരനായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം, അല്ലേ? ദൈവസഭയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധനായ പൗലോസിനെ കൊടും ക്രൂരൻ എന്ന് വിളിച്ചു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു കാലഘട്ടം പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് പലരും ആയിരിക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥ. ഈ സുവിശേഷം പറയുമ്പോൾ നമ്മളെ ആട്ടി ഓടിക്കുന്ന പൗലോസുമാർ, ശൗലുമാർ ചുറ്റുമുണ്ട്.